ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു കുഞ്ഞൊരു രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ വന്നിട്ട് ഉമ്മച്ചുമ്മയുടെ കണ്ണിന് ചെറിയൊരു സർജറിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ രാവിലെ വന്നു. അപ്പോൾ എൻ്റെ ഉമ്മച്ചുമ്മയുടെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ചടയമംഗലത്താണ് ഉമ്മച്ചുമ്മയുടെ വീട്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും രാവിലത്തെ കാപ്പിയെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് പുറത്ത് വെച്ചിട്ട് എൻ്റെ ഉമ്മ പറഞ്ഞു ഇച്ചിരി ഉപ്പും സോഡാപ്പൊടിയൊക്കെ കലക്കി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ദോശയുടെ മാവായിരുന്നു. അങ്ങനെ ദോശമാവൊക്കെ കലക്കി വെച്ചിട്ട് അരി കഴുകാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് അരി കഴുകി അടുപ്പിലോട്ട് ഇടാൻ പറഞ്ഞു, കലത്തിലിടാൻ പറഞ്ഞു. അങ്ങനെ അരിയൊക്കെ കഴുകി അങ്ങനെ ഉമ്മച്ചുമുണ്ടെങ്കിൽ ഉമ്മച്ചും ആക്റ്റീവായിട്ട് എല്ലാം ചെയ്തോളും. നമ്മൾ വന്നാലേ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ വരുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിരിക്കും. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പിലോട്ടിട്ടു. ഇവിടെ എപ്പോഴും പണ്ട് മുതലേ ഇവിടെ പുറത്താണ് ചോറ് വെക്കാറുള്ളത്, ചോറ് മാത്രം. കറികളൊക്കെ നമ്മൾ അടുപ്പിൽ അകത്ത് വയ്ക്കും, ബാക്കി ചോറും കാര്യങ്ങളൊക്കെ പുറത്താണ് വെക്കുന്നത്. അങ്ങനെ നല്ല രസമാണ്, നല്ല വൃശ്ചിക കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും ഉമ്മ രാവിലെ അവിയൽ വെക്കാനൊക്കെ ആയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മീൻ കറി അടുപ്പിലായിട്ടുണ്ടായിരുന്നു. പിന്നെ മീനോട് കട്ടാക്കി ഇട്ടാൽ മതി. അപ്പോൾ മീനൊക്കെ കട്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ദോശക്കല്ലൊക്കെ ചൂടായിട്ട് വന്നു. എന്നിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. കുറച്ച് മാവേ ഉള്ളായിരുന്നു. നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലേക്കും കാട്ടി മറ്റൊരു വീട്ടിൽ പോകുമ്പം ആഹാരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒന്ന് കഴിക്കുന്നതൊക്കെ രണ്ട് വേണം, അങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ച് മാവല്ലേ ഉള്ളായിരുന്നു, അങ്ങനെ തികഞ്ഞില്ല. അങ്ങനെ പിന്നെ ദോശയും സാമ്പാറൊക്കെ കൂട്ടി 2 ദോശയൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ ഉമ്മച്ചുമ്മ കടയിൽ നിന്ന് പത്തിരിയും കടലക്കറിയൊക്കെ വാങ്ങിച്ചു തന്നു. ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ. അങ്ങനെ പത്തിരിയൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് ഉമ്മ അവിയലൊക്കെ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ നല്ല മിൽമയുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോയുടെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന അതൊക്കെ സംഭവങ്ങളൊക്കെ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്, അപ്പോൾ അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.